പ്രവാചകന്മാർ തൻ മൊഴികൾ പോലെ മനുജനായി വന്നൊരു ദൈവം. ഇന്നലെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നൊരു ഫാമിലി സപ്പർ ഔട്ടിന് വിളിച്ചു. അവരുടെ കുടുംബത്തിൽ എന്ത് സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും അവരെന്നോടാണ് ഷെയർ ചെയ്യാറുള്ളത്. എനിക്കൊത്തിരി അടുപ്പമുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ പോയത്. ഏകദേശം 3 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. കുറേ കുടുംബകാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു. പിന്നീട് പള്ളിയുമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. അവസാനം ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കഴിഞ്ഞ് കുറേ മാസങ്ങളായിട്ട് പള്ളിയിൽ പോകുന്നില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് എപ്പോൾ പള്ളിയിൽ പോകണമെന്ന് ഞാൻ പോകും. റെഗുലറായിട്ട് അങ്ങനെ പോകുന്ന ആളല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ടോ ഇപ്പോൾ? അപ്പോൾ ചേച്ചി ഉടനെ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, ഒരു ദിവസം മുടങ്ങാറില്ല. എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ പള്ളിയിൽ പോകും. എന്നിട്ട് ചേച്ചി പറയാണ്, എനിക്കതാണ് എൻ്റെ റിലീഫ്. എനിക്ക് പള്ളി ഒരു ദിവസം പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ ഉടനെ വീണ്ടും പറഞ്ഞു, പക്ഷേ എനിക്കങ്ങനെ തോന്നാറില്ല, സൺഡേസിന് പോകും തോന്നാറില്ല. അപ്പോൾ ചേച്ചി ഉടനെ മറുപടി പറഞ്ഞിങ്ങനെയാണ്, ഈ പള്ളിയിൽ പോകുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ആശ്വാസവും അത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഞങ്ങളെല്ലാവരും ഒരു പൊട്ടിച്ചിരിയോടുകൂടി ആ ഒരു ടോക്കിനോട് അവസാനിപ്പിച്ചു. തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു കോൺവെർസേഷനായിരുന്നു അത്. ഒരു കുടുംബത്തിൽ ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും. അതിലൊരാൾക്ക് കുർബാന എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു അസ്വസ്ഥതയാണ്. ഒരാൾക്ക് അത് എപ്പോഴും റെഗുലറായിട്ട് സ്വീകരിക്കണമെന്നൊരു അത്യാവശ്യമില്ല. ഇങ്ങനെ 2 മനുഷ്യരുള്ളപ്പോൾ കൂടെയുള്ള ജീവിത പങ്കാളി പറയുന്ന വാക്കുകൾ വളരെ കൃത്യമാണ്. ഇത് മനസ്സിലാകാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ദ ഗോസ്പലിൽ യേശുവും പറയുന്നത് ഇതേപോലത്തെ വാക്കുകൾ തന്നെയാണ്. ഇന്ന് യേശു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന ഗോസ്പൽ അപ്പവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ച കർത്താവാണ് ഇന്നും അപ്പം തരുന്നതെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു അപ്പത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഇത് വളരെ കഠിനമാണ്, ഇത് മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാകാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യേശു തിരിച്ചു ചോദിക്കുന്നത് വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ വന്നിടത്തേക്കാണ് തിരിച്ചു പോകുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഈ ചില കാര്യങ്ങളൊക്കെ ബൈ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എക്സ്പീരിയൻസിലൂടെ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് 12 വർഷം മതബോധനം ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ട് ആ കുട്ടി ചിലപ്പോൾ പിന്നീട് വിവാഹത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിലോ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അതെന്ത് വലിയ വേദനയാണ്. ഈ 12 വർഷം ഒരു ദേവാലയത്തിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ വേദന. വിശ്വാസം കൈമാറപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ജീവിതം കൊണ്ടാണ് വിശ്വാസം കൈമാറേണ്ടത്. ഈ പറഞ്ഞ് മടുക്കുന്നതിനോടൊപ്പം ഇനി ആവശ്യം ജീവിതത്തിലും കൂടി കൈമാറുക എന്നുള്ളതാണ്. ശിഷ്യന്മാർ പിറുപിറുത്തു എന്നാണ് വചനത്തിൽ പറയുന്നത്. കാരണം പിറുപിറുപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതിന് വാക്കുകളില്ല, അതിന് വ്യക്തതയില്ല, അത് കേൾവിക്കാരന് മനസ്സിലാകില്ല. കാരണം അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളുണ്ട് മനസ്സിലാകണ്ടേ. മനസ്സിലായാലേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പിറുപിറുപ്പിൽ അവസാനിക്കും. നമ്മളിലേക്ക് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചില കാര്യങ്ങളൊക്കെ വ്യക്തത കിട്ടുകയുള്ളൂ. ഒരു കുടുംബജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിക്ക് ഒരു ദിവസത്തെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ടും അസ്വസ്ഥതയായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ അവർ കിട്ടിയ വിശ്വാസത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഒരു ജീവിത പങ്കാളിക്ക് റെഗുലറായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ ഒരു അർത്ഥം കാണുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ജീവിതം കൊണ്ടാണ്. വിശ്വാസം കൈമാറേണ്ടത് ജീവിതം കൊണ്ടാകുമ്പോൾ പിന്നീട് ആ അനുഭവങ്ങൾക്ക് കുറച്ചും കൂടി ആക്കം കൂടുമെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെണ്മയെഴുന്നൊരിയപ്പത്തിൽ വാഴുന്ന വിശ്വാസ കേന്ദ്രമാമീശോ, വെണ്മയെഴുന്നൊരിയപ്പത്തിൽ വാഴുന്ന വിശ്വാസ കേന്ദ്രമാമീശോ. ദൈവീക ചൈതന്യം മാനവർക്കേകിയ സ്വർഗീയ വരദാന ഭോജ്യം. ദൈവീക
ചൈതന്യം മാനവർക്കേകിയ സ്വർഗീയ വരദാന ഭോജ്യം. ഈശോ ഈശോ എന്നുള്ളിൽ വരണേ, ഈശോ അങ്ങേക്ക് ആരാധന. ഈശോ ഈശോ എന്നുള്ളിൽ വരണേ, ഈശോ അങ്ങേക്ക് ആരാധന. പ്രവാചകന്മാർ തൻ മൊഴികൾ പോലെ മനുജനായി വന്നൊരു ദൈവം. പ്രവാചകന്മാർ തൻ മൊഴികൾ പോലെ മനുജനായി വന്നൊരു ദൈവം. അഖിലർക്കും അലിവോടെ ആശ്വാസമേകുന്ന അതുലതയാമയ സ്നേഹം. അഖിലർക്കും അലിവോടെ ആശ്വാസമേകുന്ന അതുലതയാമയ സ്നേഹം. ഈശോ ഈശോ എന്നുള്ളിൽ വരണേ, ഈശോ അങ്ങേക്ക് ആരാധന. ആശയോടുൾക്കൊള്ളും മർത്യനു നിത്യവും ആത്മബലമേകുമപ്പം. ആശയോടുൾക്കൊള്ളും മർത്യനു നിത്യവും ആത്മബലമേകുമപ്പം. അകതാരിലൻപോടെ ആനന്ദവായ്പോടെ അഭിഷേകമേകുമിയപ്പം. അകതാരിലൻപോടെ ആനന്ദവായ്പോടെ അഭിഷേകമേകുമിയപ്പം. വെണ്മയെഴുന്നൊരിയപ്പത്തിൽ വാഴുന്ന വിശ്വാസകേന്ദ്രമാമീശോ. ദൈവീക ചൈതന്യം മാനവർക്കേകിയ സ്വർഗീയ വരദാന ഭോജ്യം. ഈശോ